ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ ഇത്ര നാളും വീഡിയോസിൽ ഞാൻ മോർണിംഗ് എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത് അതുപോലെ തന്നെയായിരുന്നു വീഡിയോ എടുത്തിരുന്നത്. അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് കരുതി അതിനൊരു ചേഞ്ച് ആവാമെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വന്ന വഴിക്ക് തന്നെ ചീർപ്പെടുത്ത മുടിയൊക്കെ ഒന്ന് ഈരി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് പിന്നെ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്ത വ്ളോഗ്സിലൊക്കെ സെയിം ഡ്രസ്സ് തന്നെയാണ്, സെയിം നൈറ്റ് തന്നെയാണ്. വേറെ വേറെ ഡേയ്സിലായിട്ട് എടുക്കണത്, ഒരുമിച്ച് അപ്ലോഡ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ആസ് യൂഷ്വൽ മോർണിംഗ് എനിക്ക് വരാനായിട്ട് ഒരു 9 മണി 9:30 ആ ടൈം ആയിട്ടുണ്ട്. പിന്നെ ഉടനെ തന്നെ ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. കാരണം എൻ്റെ മുടിയുടെ പരിതാപകരമായ അവസ്ഥ നിങ്ങളും കണ്ടതല്ലേ. പിന്നെ കുളിക്കാണ്ടിരുന്നാൽ മാത്രമേ എൻ്റെ മുടിയായിട്ടിരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ മുടി. പിന്നെ ഉണ്ണി എൻ്റെ പിന്നാലെ തന്നെ താഴെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് നോക്കണതൊക്കെ. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ഡോറൊക്കെ തുറക്കണതൊക്കെ കേട്ടോ. ഉണ്ണി അവിടെ കിടന്ന് നല്ല കളിയാണ്. പിന്നെ ഇന്നാണ് നമുക്ക് ലാപ്ടോപ്പ് തിരിച്ച് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ള ദിവസം. ഉണ്ണികൾ രണ്ടുപേരും പതിവ് പോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ റൂമിൽ കിടക്കുകയാണ്. അവരെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ ബ്രഷ് ചെയ്തു, ഇനി ഫുഡ് കഴിക്കണം. എനിക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് എൻ്റെ. പിന്നെ ഉണ്ണികളുടെ കുളികൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുളിക്കുള്ളൂ. ഇപ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി താഴെ കിടന്ന് നല്ല വാശി പിടിക്കുന്നുണ്ട്. അവനെ ബ്രഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പം മുഴുവൻ ടാസ്ക്കാണ്. കാരണം ഞാൻ എന്തെടുത്താലും അത് അവനും കൂടിയും വേണം, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അവൻ വാശി പിടിച്ചിട്ട് അമ്മാമയെന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട് അവിടേക്ക്. അങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലിപ്സ്റ്റിക് ഇടാണ്. ലിപ്സ്റ്റിക് ഇടുന്നത് വേറെ ഒന്നുമല്ല, ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റനായ പോലെ തോന്നും. പ്രത്യേകിച്ച് അങ്ങനെ വേറെ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട. ലിപ്സ്റ്റിക്കും പൊട്ട് തൊട്ടാൽ തന്നെ എൻ്റെ ഫേസ് ഒരു 90% സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടാന്ന് കരുതി. അപ്പോൾ ഇത് ലാക്മിയുടെ ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് അല്ല ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഗോ ടു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന പുറത്തേക്കൊക്കെ പോകാനുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറ്. കാരണം ഒരുപാട് അങ്ങോട്ട് ബ്രൈറ്റൻ ചെയ്ത് നിൽക്കൂല. എന്ന് വെച്ചാൽ എനിക്ക് മാച്ചായിട്ട് പോണ ഒരു കളറുമാണിത്. ലിപ്സ്റ്റിക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ റീസെൻ്റിലായിട്ട് ഞാൻ കണ്ടുവന്നൊരു സംഭവമാണ്, എൻ്റെ ഫേസിൽ കണ്ടു കവിളിൻ്റെ ഭാഗത്ത് ഒരു തെരി പോലെ കവിളിൻ്റെ അവിടെയുണ്ട്, അതുപോലെ തന്നെ ആടി ഭാഗത്തും ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ സ്കിൻ ഡോക്ടറൊക്കെ കാണണമെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കളല്ലേ അത് പൊക്കോളുന്നു. പക്ഷെ കുരുക്കൾ പോലെ എനിക്ക് അവിടുത്തെ സ്കിന്ന് ഡാമേജ് ആയ പോലെ ചുളിഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് അതുമ്പോൾ കുരു അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അങ്ങനെ പല്ല് തേക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ടിഫിൻ എന്താന്ന് നോക്കാൻ വേണ്ടി കിച്ചണിൽ കയറി. അപ്പോൾ നോക്കിയപ്പോൾ ചട്നി കണ്ടു, പിന്നെ ഇഡ്ഡലി കണ്ടു, പിന്നെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇഡ്ഡലി ദോശ അതൊന്നും യാതൊരു താല്പര്യമില്ല. നോക്കിയപ്പോൾ ബ്രെഡ് ഇരിക്കുന്നുണ്ട്, ബട്ടർ ഇരിക്കുന്നുണ്ട്, പീനട്ട് ബട്ടർ ഇരിക്കുന്നുണ്ട്. സോ ഞാൻ അത് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അതെടുത്തിട്ട് അത് തേച്ച് കഴിക്കുകയാണ്. ശരിക്കും എനിക്ക് പീനട്ട് ബട്ടർ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. ബ്രെഡിൽ തേച്ച് കഴിക്കണത് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ രാവിലെ ടിഫിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രെഡിൽ തേച്ച് കഴിക്കണു. പിന്നെ കമ്പാരിറ്റീവ്ലി ഈ ബ്രെഡ് ഇത്തിരി ഹാർഡായിരുന്നു, അതുകൊണ്ട് തന്നെ ചങ്കിന്ന് ഇറങ്ങിണ്ടായിരുന്നില്ല. ഇഡ്ഡലിയും ചട്നിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കഴിക്കാറുള്ളത്. ഇഡ്ഡലിയും സാമ്പാറൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ചട്നിയുടെ കൂടെ എനിക്ക് ഇഡ്ഡലി തീരെ കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അപ്പോഴാണ് അമ്മ പറയുന്നത് ദോശ ഉണ്ടാക്കി തരാമെന്നുള്ളത്. പിന്നെ അത് ആണ് കൂടുതൽ നല്ലതും. പിന്നെ എനിക്കിത് വെറുതെ തോനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ സ്പൂണിലെടുത്തിട്ട് വെറുതെ കഴിക്കണമൊക്കെ ഉണ്ട്. 2 ബ്രെഡാണ് ഞാൻ സ്പ്രെഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടെന്നാണ്, അപ്പോൾ ഞാൻ ഒരെണ്ണമെങ്കിലും കഴിക്കാമെന്ന് കരുതി ഞാൻ ഒരെണ്ണം ഞാൻ അവിടെ വെച്ച് പോയി. ഈ പീനട്ട് ബട്ടറിൻ്റെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവറിൽ ഒരെണ്ണം വരും. പീനട്ട് ബട്ടർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ കുറേ നട്ട്സൊക്കെ ഇട്ടിട്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനത് കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ അമ്മ അപ്പുറത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ ദോശയൊന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല. എനിക്ക് മുൻപൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് പ്രഗ്നന്റ് ടൈമിൽ ഇഷ്ടമായിരുന്നു തോന്നുന്നു. എനിക്കിപ്പോൾ യാതൊരു താല്പര്യമില്ല. ആ സമയത്ത് ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടം. അങ്ങനെ ഞാൻ ദോശ കഴിക്കാമെന്ന് കരുതിയിട്ട് ഒരെണ്ണം ഞാൻ കഴിച്ചു. പക്ഷേ ഇത് ബ്രെഡ് മോശമായോണ്ടാന്ന് തോന്നുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ണിക്കും കൊടുക്കാമെന്ന് കരുതിയിട്ട് അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവന് ഇഷ്ടമായില്ല കേട്ടോ. ഉണ്ണിക്ക് ഞാൻ മാക്സിമം കപ്പലണ്ടിയുടെ നട്ട്സിൻ്റെ ഒന്നും സാധനങ്ങൾ കൊടുക്കാറില്ല, കാരണം അവന് വയറിന് പിടിക്കില്ല. ഈ അമൃതം പൊടി കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് ഈ നട്ട്സ്, അതായത് പീനട്ടും കാര്യങ്ങളൊന്നും അവന് പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതും അധികം കൊടുക്കാറില്ല. അങ്ങനെ ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഉണ്ണികൾക്ക് ഫീഡ് ചെയ്യാൻ നോക്കാണ്. ലാക്ടോജൻ കലക്കാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു ഫ്ലാസ്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ വെള്ളം ചൂടാക്കിയിട്ട് വെക്കും. പിന്നെ ആവശ്യമുള്ള സമയത്ത് പൊടിയിട്ടിട്ട് കലക്കിയിട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. നെസ്ലെ ലാക്ടോജനാണ് കൊടുക്കുന്നത്. മാക്സിമം ഒരു 4 ദിവസമാണ് ഒരു പാക്ക് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ അത് മുതലാവില്ലെന്ന് മനസ്സിലായതോടെ ഞാൻ വീണ്ടും പാലുണ്ടാവാനുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിപ്പിൾ ക്രാക്ക് വന്ന് അതിൻ്റെ പെയിൻ കൊണ്ടാണ് ഇപ്പോൾ 2 പേർക്കും ബോട്ടിൽ ഫീഡ് ചെയ്യുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. എന്നാലും ഒരുപാട് പെയിൻ സഹിക്കാൻ പറ്റുന്നുണ്ടാകുമ്പോൾ ബോട്ടിൽ ഫീഡ് ചെയ്യും. സാധാരണ നിപ്പിൾ ക്രാക്ക് അല്ല കേട്ടോ, ബ്ലഡ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ബോട്ടിൽ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ബോട്ടിൽ ഇതുപോലെ നന്നായി പൊടിയിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതുപോലെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ണികൾക്ക് കൊടുക്കുക. അപ്പോൾ ഈ ടേബിൾ ഫുള്ള് മെസ്സായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അത് അവിടെ തുടച്ചിട്ടു. ഉണ്ണികളെ കുളിപ്പിക്കണക്കാട്ട് മുന്നാട്ടോ ഞാനത് ഫീഡ് ചെയ്യണത്. അല്ലെങ്കിൽ അവർ കുളിപ്പിക്കേണ്ട സമയത്ത് 2 പേരും നല്ല കരച്ചിലായിരിക്കും. ആദ്യം കൊച്ചുവിനെയാണ് കുളിപ്പിക്കുക, അത് കഴിഞ്ഞിട്ടാണ് ആമീനെ കുളിപ്പിക്കുക. അപ്പോൾ കൊച്ചുവിനെ കുളിപ്പിക്കാൻ എടുത്ത സമയത്ത് അമ്മ കൊച്ചുവിനെയും കൊണ്ടിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണി പിന്നാലെ തന്നെ ഉണ്ട്. അപ്പോൾ അമ്മ
അവൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഒരു വട്ടേ കൊടുത്തിട്ടുള്ളൂ, അത് കഴിഞ്ഞ മാസം. അതിന് ശേഷം അവനങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ആൾ ഉപദ്രവിക്കണമെന്നില്ല, നേരം ഭയങ്കരമായിട്ട് അമർത്തി കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലൊക്കെയാണ്. അങ്ങനെ ഉണ്ണികളുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതേ കൊച്ചതേ പാൽ കുടിക്കുകയാണ്. അവന് ബോട്ടിൽ ഫീഡ് ചെയ്യാണ്, ലാക്ടോജനാണ് കൊടുക്കുന്നത്. ഒരു 5-6 വട്ടമൊക്കെ നമ്മൾ ഫോർമുല കൊടുക്കുന്നുണ്ട് ഒരു ഡേയിൽ. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴും കൊച്ചുതേ ഉറങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളൊന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വന്നപ്പോഴും അവൻ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല. അവൻ ചില ദിവസങ്ങൾ നൈറ്റും ഉറങ്ങൂല, രാവിലെ ഉറങ്ങില്ല ചെറിയ ചെറിയ പൂച്ചുറക്കം മാത്രം, അല്ലാണ്ട് കുറെ നേരം കിടന്ന് ഉറങ്ങുമൊന്നുമില്ല. അപ്പൊ അമ്മതേ അവനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങുമെന്ന് വേണ്ടിയിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല, ആള് കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കുന്നതാണ്. ആ സമയത്ത് ആമി ദേ അവിടെ കിടന്ന് മിണ്ടാണ്ട് കിടന്ന് നല്ല ഉറക്കാണ്. അവളതെ ഇങ്ങനെ കമത്തിയാണ് ഇട്ടിട്ടുള്ളത്, റാഷസ് ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ കമത്തിട്ട് കൊടുക്കുന്നുണ്ടോ അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവൾ ആളതെ അവിടെ കിടന്ന് നല്ല സുഖമായി സുന്ദരമായിട്ട് കിടന്ന് നന്നായി ഉറങ്ങണൊക്കെ ഉണ്ട്. ആമീനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ശല്യമില്ല കേട്ടോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ കൊച്ചു ഉറങ്ങി. അപ്പോൾ ഞാനും കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്തു. അപ്പോഴേക്ക് എനിക്ക് കോൾ വന്നിരുന്നു, ലാപ്ടോപ്പ് റെഡി ആയിട്ടുണ്ട് വന്നെടുത്തോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഉച്ച സമയം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് സമാധാനമായി, അയ്യോ എനിക്ക് അപ്പോൾ ഇന്ന് വർക്കിന് കയറാൻ പറ്റുള്ളൂ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അധികം വൈകാണ്ട് തന്നെ ഒരു 3 മണി 3:15 ആകുമ്പോഴേക്കും എനിക്ക് ലാപ്പ് എത്തിച്ചെന്നു കേട്ടോ. കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു ഞാനത്, കാരണം വേഗം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കരുതിയിട്ട്. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞാനത് ഓണാക്കി നോക്കാൻ പോവാണ്. അപ്പോൾ ബാക്കിൽ എന്തൊക്കെയോ അവർ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് തിരിച്ച് കിട്ടുന്നതല്ലോ. അപ്പോൾ അവർ ഷോപ്പിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ തുറക്കുമ്പോഴൊക്കെ മനസ്സിൽ ഫുൾ പ്രാർത്ഥനയും ഫുൾ സന്തോഷമായിരുന്നു. പക്ഷേ കിട്ടിയിട്ട് ഞാൻ ഓണാക്കിയപ്പോൾ, സാധാരണ ഞാൻ ഓണാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓണായി വരാറുണ്ട്, ഇത് ഓണായി വരാൻ ഇത്തിരി ടൈം എടുക്കണോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടി, ഇനി ചാർജിൻ്റെ കുറച്ച് പ്രശ്നം കൊണ്ടാണോ, ഞാൻ ചാർജ് ഇടണോ, അങ്ങനെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഒട്ടും താമസമില്ലാണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഓണായി വന്നു. എൻ്റെ ഹോം സ്ക്രീൻ തെളിഞ്ഞു. എൻ്റെ ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ എനിക്ക് അതിലും വലിയ സമാധാനമായി, കാരണം റെഡി ആയി കിട്ടിയല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട്. പക്ഷേ അത് കുറച്ച് നേരത്തേക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നെറ്റ്വർക്ക് കണക്ട് ആയിരുന്നില്ല, വൈഫൈ കണക്ട് ആവണില്ല, ഒന്നും ഓപ്പൺ ആവണില്ല, എന്താ ക്ലോക്ക് കയറാറ്, സിസ്റ്റം ഔട്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫുൾ ബ്ലോക്ക് ആവുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു 100 എക്സ്ട്രാ ഓപ്പൺ ആയി വരാം. എന്തൊക്കെയോ മൊത്തത്തിൽ തകരാറായ പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ബോർഡ് മാറ്റി വെച്ചതല്ലേ, അപ്പോൾ അതിൻ്റെതായിരിക്കും എങ്കിൽ ഒന്ന് ചാർജിലിട്ടിട്ട് പിന്നെ യൂസ് ചെയ്ത് നോക്കാം, പിന്നെ ഒരു വട്ടം കൂടി ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം ഞാൻ ഓൺ ചെയ്തിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് സ്ക്രീൻ തെളിഞ്ഞ് വന്നതെന്നുള്ളത്. വാങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഞാൻ PG MCAക്ക് പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ലാപ്പ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആദ്യമായിട്ടാണ് ഇങ്ങനെ കേടാവുന്നതും. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയും നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല 12th തൊട്ടിട്ടുള്ള എൻ്റെ എല്ലാ മെമ്മറീസും ഞാൻ എൻ്റെ ലാപ്ടോപ്പിലാണ് വീഡിയോസായിട്ടും ഫോട്ടോസായിട്ടും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ എല്ലാം ഇതിലേക്ക് ഞാൻ മാറ്റും. അപ്പോൾ അതും കൂടി പോവല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഫോട്ടോസിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ ലോഡായി വരാൻ ഒരുപാട് ടൈം എടുക്കണം, അത് മാത്രമായിരുന്നു പ്രശ്നം. ഞാനിപ്പോൾ അത് ഓപ്പൺ ആക്കി ശരിയായല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനിരുന്ന് സമാധാനത്തിൽ വീഡിയോ എടുക്കുന്നത്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല എൻ്റെ റിയൽ അവസ്ഥ. നമുക്ക് വൈഫൈ കണക്ട് ആയാലേ നമുക്ക് കൂടുതൽ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വൈഫൈ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി വൈഫൈൻ്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഞാനത് അടച്ചു പോന്നു. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നിരുന്നു വീട്ടിലേക്ക്. ചേട്ടൻ വരുമ്പോൾ മാത്രമാണ് ഉണ്ണി വീടിന് പുറത്തൊന്നും ഇറങ്ങുക. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഫ്രീഡം കിട്ടിയ പോലെയാണ് അവൻ അച്ഛൻ വരുമ്പോൾ. അപ്പോൾ ദേ അവനും ചേട്ടനും കൂടി നല്ല കളിയാണ് സൈക്കിളും ഇരുന്നിട്ട്. അവന് 1 വയസ്സായപ്പോൾ വാങ്ങിക്കൊടുത്ത സൈക്കിളാണിത്. ഇങ്ങനെ അധികമൊന്നും അവനെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ട് ഉന്തിയിട്ടൊന്നുമില്ല. പക്ഷേ ചേട്ടനാണ് ആദ്യമായിട്ടാണ് പുറത്തിറക്കിയിട്ട് ഉന്തിയിട്ടൊക്കെ കളിപ്പിച്ചത്. അതുകൊണ്ട് അവന് തന്നെ ഭയങ്കര ഇഷ്ടമായി. ചേട്ടൻ പോയിട്ടും നൈറ്റും ഞാനിത് ഉന്തിക്കൊണ്ട് നടക്കുന്നതായിരുന്നു. അവൻ തീരെ അതൊന്നും ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതും എല്ലാവർക്കും ബൈ.